അങ്ങനെ കൊച്ചി IT നഗരം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ് ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ വേണം എന്നത്. അതും യാഥാർത്ഥ്യമായി. മാജിക് ഫ്രെയിംസിൻ്റെ 4 മൾട്ടിപ്ലക്സ് തിയേറ്ററുകളാണ് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തത്. അതും ഇൻഫോ പാർക്കിൻ്റെ തൊട്ടടുത്ത് നിലംപൊതിഞ്ഞമുകൾ ജംഗ്ഷനിൽ. കാക്കനാടിൻ മണ്ണിൽ വിരിയും വെള്ളിത്തിരയുടെ വസന്തം, മാജിക് ഫ്രെയിംസ് നിരത്തുന്നു പുതു സിനിമയുടെ സുഗന്ധം. 50-ാം സ്ക്രീനിൻ പെരുമയുമായി പടരുന്നീ ആഘോഷം, സിനിമയുടെ പൂരം കാണാൻ ഹൃദയങ്ങളിൽ ആവേശം. ഇതാ ഇന്ത്യയിൽ ആദ്യമായി മിന്നിത്തിളങ്ങും സുതാര്യ സ്ക്രീൻ, വെളിച്ചത്തിൻ അദ്ഭുത ലോകം തീർക്കും ഡിജിറ്റൽ മന്ത്രി. കാക്കനാടിൻ മണ്ണിൽ വിരിയും വെള്ളിത്തിരയുടെ വസന്തം, മാജിക് ഫ്രെയിംസ് നിരത്തുന്നു പുതു സിനിമയുടെ സുഗന്ധം. 50-ാം സ്ക്രീനിൽ പെരുമയുമായി പടരുന്നീ ആഘോഷം, സിനിമയുടെ പൂരം കാണാൻ ഹൃദയങ്ങളിൽ ആവേശം. ഇതാ ഇന്ത്യയിൽ ആദ്യമായി മിന്നിത്തിളങ്ങും സുതാര്യ സ്ക്രീൻ, വെളിച്ചത്തിൻ അദ്ഭുത ലോകം തീർക്കും ഡിജിറ്റൽ മന്ത്രി. അങ്ങനെ ഖലീഫയാണ് നമ്മുടെ മാജിക് ഫ്രെയിംസ് സിനിമാസിലെ ഫസ്റ്റ് റിലീസ് ചെയ്യാൻ പോകുന്ന മൂവി. അതിന്റെ ടിക്കറ്റ് സെയിലാണ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നത്. എന്നെ ക്ഷണിച്ചതിന് ലിസ്റ്റിനോട് നന്ദി പറയാണ്. ലിസ്റ്റിനായിട്ടുള്ള എൻ്റെ ആദ്യത്തെ അസോസിയേഷൻ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞാൻ ചെയ്ത ഹൗ ഓൾഡ് ആർ യു എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചത് ലിസ്റ്റിനായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക സന്തോഷം എനിക്ക് അവസരത്തിലുണ്ട്. അതിനുശേഷവും ചർച്ചകൾ ഒരുപാട് നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും അസോസിയേഷൻസ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഇന്നിപ്പോൾ ലിസ്റ്റിൻ്റെ 50-ാമത്തെ തിയേറ്ററിൻ്റെ ഉദ്ഘാടനമാണ്. അത് മാത്രമല്ല ഭയങ്കര പ്രത്യേകതകളുള്ള ട്രാൻസ്പെറൻറ്റ് LED സ്ക്രീൻ, അതിൻ്റെ പ്രത്യേകതകൾക്കിവിടെ നമ്മളിവിടെ കേട്ടും കണ്ടും കഴിഞ്ഞു. എല്ലാ ആശംസകളും നേരുന്നത് വലിയ വിജയമാവട്ടെ. ഇനിയും ഒരുപാട് തിയേറ്റേഴ്സ് ഉണ്ടാവട്ടെ. എല്ലാം മലയാള സിനിമയുടെ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു മുതൽക്കൂട്ടായിട്ട് തന്നെ മാറട്ടെ. കാക്കനാടിൻ മണ്ണിൽ വിരിയും വെള്ളിത്തിരയുടെ വസന്തം, മാജിക് ഫ്രെയിംസ് നിരത്തുന്നു പുതു സിനിമയുടെ സുഗന്ധം. 50-ാം സ്ക്രീനിൻ പെരുമയുമായി പടരുന്നീ ആഘോഷം, സിനിമയുടെ പൂരം കാണാൻ ഹൃദയങ്ങളിൽ ആവേശം. ഇതാ ഇന്ത്യയിൽ ആദ്യമായി മിന്നിത്തിളങ്ങും സുതാര്യ സ്ക്രീൻ, വെളിച്ചത്തിൻ അദ്ഭുത ലോകം തീർക്കും ഡിജിറ്റൽ മന്ത്രി. പ്രൊഡ്യൂസർ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനെ ലിസ്റ്റിൻ സ്റ്റീഫൻ. അപ്പോഴാണ് ഞാൻ ജെയിംസ് കാമറൂൺ, സ്പിൽബർഗ്, ക്രിസ്റ്റഫർ നോളൻ എന്നൊക്കെയുള്ള പേര് പോലെ ഒരു പേര് ലിസ്റ്റിൻ സ്റ്റീഫൻ. ആ പേരിൽ തന്നെ ഉണ്ട്. എന്നുവെച്ചാൽ ഈ പേരുണ്ടെങ്കിൽ എന്തെങ്കിലും ആവി തീരും. കാക്കനാടിൻ മണ്ണിൽ വിരിയും വെള്ളിത്തിരയുടെ വസന്തം, മാജിക് ഫ്രെയിംസ് നിരത്തുന്നു പുതു സിനിമയുടെ സുഗന്ധം. 50-ാം സ്ക്രീനിൻ പെരുമയുമായി പടരുന്നീ ആഘോഷം, സിനിമയുടെ പൂരം കാണാൻ ഹൃദയങ്ങളിൽ ആവേശം. ഇതാ ഇന്ത്യയിൽ ആദ്യമായി മിന്നിത്തിളങ്ങും സുതാര്യ സ്ക്രീൻ, വെളിച്ചത്തിൻ അദ്ഭുത ലോകം തീർക്കും ഡിജിറ്റൽ മന്ത്രി. ഇന്ന് വർഷങ്ങൾക്കിപ്പുറം മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ തിയേറ്റർ സ്ക്രീനുകളുടെ ഉടമ എന്നുള്ള നിലയിൽ വന്ന് നിൽക്കുമ്പോൾ അത് ഏതൊരു സിനിമാ പ്രേക്ഷകനും അല്ലെങ്കിൽ സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതൊരാൾക്കും സിനിമയിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ സിനിമയെ ആഗ്രഹിക്കുന്നവർക്ക് ഒരു പ്രചോദനം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രചോദനമായി മാറിയ ലിസ്റ്റിൻ സ്റ്റീഫനും മാജിക് ഫ്രെയിംസിനും എല്ലാവിധ ആശംസകളും നേരുന്നു. കാക്കനാടിൻ മണ്ണിൽ വിരിയും വെള്ളിത്തിരയുടെ വസന്തം, മാജിക് ഫ്രെയിംസ് നിരത്തുന്നു പുതു സിനിമയുടെ സുഗന്ധം. 50-ാം സ്ക്രീനിൻ പെരുമയുമായി പടരുന്നീ ആഘോഷം, സിനിമയുടെ പൂരം കാണാൻ ഹൃദയങ്ങളിൽ ആവേശം. ഇതാ ഇന്ത്യയിൽ ആദ്യമായി മിന്നിത്തിളങ്ങും സുതാര്യ സ്ക്രീൻ. ചരിത്ര മുഹൂർത്തമാണ് ഇപ്പോ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇവിടെ ഒരുക്കി വച്ചിരിക്കുന്നത്. 50 സ്ക്രീനായി മാത്രമല്ല LED സ്ക്രീൻ ആദ്യമായിട്ട് ഇന്ത്യയുടെ അല്ലെങ്കിൽ നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ചരിത്ര മുഹൂർത്തമാണ്. ശരിക്കും ഈ ചരിത്രത്തിന്റെ പുറകെ പോവുക അല്ലെങ്കിൽ ചരിത്രത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് സാഹസികന്മാർക്ക് മാത്രം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മലയാള സിനിമയെ സ്നേഹിക്കുകയും ശ്വസിക്കുകയും ചെയ്യുന്ന നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫൻ ഇപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായിരിക്കുകയാണ്. ഇനിയും ഇതുപോലുള്ള ചരിത്ര മുഹൂർത്തങ്ങൾ മലയാള സിനിമയ്ക്ക് സംഭാവന നൽകാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ. വെളിച്ചത്തിൻ അദ്ഭുത ലോകം തീർക്കും ഡിജിറ്റൽ മന്ത്രി. ഈ കമ്പനിയുടെ പേര് തന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, മാജിക് ഫ്രെയിംസ്. മൊത്തത്തിലൊരു മാജിക് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. കാരണം ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്ന സമയത്തൊക്കെ തന്നെ സിനിമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്ത സിനിമകളെ കുറിച്ച് സംസാരിക്കുമ്പോഴൊക്കെ എന്നോട് പറയും, ഈ സിനിമ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആയിരിക്കും എന്ന് ഉറപ്പിച്ച് പറയും. അദ്ദേഹത്തിന് ഒരു കൺവിക്ഷൻ അല്ലെങ്കിൽ അത് ഭയങ്കര കറക്റ്റാണ്. കാരണം
അങ്ങനെ പറയുന്ന സിനിമ പറ്റ പരാജയം ഫസ്റ്റ് ദിവസം ഹോൾഡ് ഓവർ. ഈ സിനിമയിൽ എനിക്ക് വലിയ പ്രതീക്ഷയില്ല. പക്ഷേ എന്ന് പറയുന്ന സിനിമകൾ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് അവിടെയും ഒരു മാജിക് സംഭവിക്കുന്നു. എവിടെയാണ് ഇന്നിപ്പോ മലയാള സിനിമയുടെ അവസ്ഥ എന്തെന്ന് പോലും അറിയില്ല. തിയേറ്ററിൽ സിനിമ പോലും ഓടുന്നില്ല, ഇറങ്ങുന്നില്ലാത്ത സമയത്ത് 50ാമത്തെ തിയേറ്റർ. ഇത് വീണ്ടും മാജിക്. ഈ കാക്കനാട് ഏരിയയിൽ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ആയതുകൊണ്ട് നല്ലൊരു തിയേറ്റർ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് എപ്പോഴും അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കറക്റ്റായിട്ട് കാക്കനാട് നിന്ന് പോയപ്പോൾ അവിടെ തിയേറ്റർ വന്നു. പക്ഷെ എന്തായാലും നന്നായി. ഈ വലിയ നല്ല പ്രൊജക്ഷനും നല്ല സൗണ്ട് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരു തിയേറ്റർ എന്നുള്ള രീതിയിൽ തന്നെ 4 സ്ക്രീനുള്ള ഒരു നല്ലൊരു തിയേറ്റർ സംരംഭം ഈ ഭാഗത്ത് വളരെ അത്യാവശ്യമായിട്ടുള്ള റിക്വയർമെന്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും നന്നായിട്ട് വരട്ടെ. പാലയിലുള്ള ഉഴവൂർ എന്ന സ്ഥലത്ത് നിന്ന് എത്തിയൊരു സാധാരണ ചെറുപ്പക്കാരൻ, കയ്യിൽ വലിയ പിൻബലങ്ങളൊന്നും ഇല്ലാതെ സിനിമയോടുള്ള താല്പര്യം കൊണ്ട് മാത്രം എത്തിയൊരു ചെറുപ്പക്കാരന്, അതെ പണത്തിനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ എത്തിയൊരു മനുഷ്യന് ഇത്രയധികം തിയേറ്റേഴ്സിന്റെ ഓണറായിട്ട് മാറാൻ, ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇവരൊക്കെ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിച്ചോളുന്നു. ഒരു ഇത്രയധികം തിയേറ്റേഴ്സിന്റെ ഓണറായി മാറാനും മലയാള സിനിമയിൽ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റി ആയി മാറാനും സാധിക്കുന്നത് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ ചെറുപ്പക്കാർക്കും വലിയൊരു ഇൻസ്പിറേഷൻ ആണ്. This is the transparent LED which is having a 4K LED screens, having a 4K HDR compatibility, and also this has got almost more than 672 panels inside here, and this is an acoustic LED which actually all the sound can transfer easily, and the 23% of the sounds will be transferred here. So on the back side of this LED there is a sound all the speakers have been installed. So this is the actually speciality of this LED, and this is 14 by 6, 14 meter width and 6 meter height of this LED is there. So this we are actually imported. Due to some constraint it got delayed because of the war situation, but currently it's here. I think the kind of brightness, clarity, contrast, everything it's almost having the 60,000:1 contrast level. This will definitely change the viewing experience of the audience, because today audience wants something different. Actually our entire industry, cinema industry actually evolved from print to digital to 4K to laser, now laser to LED. So this is again, I'm proud to say that this is one of the first transparent LED in India. So I'm not going to talk more about that. I want you all to experience by looking at the demos. Thank you so much. ഒരു മിനിമം എഡ്യൂക്കേഷൻ ഉള്ള ഒരു ഞാൻ ചെയ്യുന്ന ഒരു പരിപാടികൾ വെച്ച് നോക്കുമ്പോൾ കുറെ അധികം പരിപാടികൾ അത്ര ഒരു എഡ്യൂക്കേഷൻ ഒന്നും അല്ല, പ്രാക്ടിക്കൽ ആയിട്ടുള്ള അനുഭവങ്ങളാണ് നമ്മളിവിടെ നിർത്തുന്നത്. നാളെ ഒരു മലയിടിഞ്ഞ് വന്നാലും നമുക്ക് നോക്കാം എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ആ റിസ്കിൽ ഇത്രയും നാൾ പോവുക എന്ന് പറയുന്നത് വളരെ ഒരു പാടുള്ളൊരു കാര്യമാണ്. ഒരിക്കലും ഞാൻ ഇത്രയും വളർന്നിട്ടുണ്ട്, ഇത്ര ആയിട്ടുണ്ട് ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ക്രെഡിറ്റ് എനിക്ക് മാത്രമുള്ളതല്ല, എന്നെ സഹായിച്ചവർ, എൻ്റെ ഒപ്പമുള്ളവർ, കൂടെ നിൽക്കുന്നവർ, അവരുടെയൊക്കെ ഒരു എഫേർട്ട് മാത്രമാണ് എന്നെ ഇവിടെ നിർത്തുന്നത്. അതിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഫേസ് മാത്രമാണ് ഞാൻ. കാക്കനാടിൻ മണ്ണിൽ വിരിയും വെള്ളിത്തിരയുടെ വസന്തം, മാജിക് ഫ്രെയിംസ് നിരത്തുന്നു പുതു സിനിമയുടെ സുഗന്ധം. 50ാം സ്ക്രീനിൻ പെരുമയുമായി പടരുന്നീ ആഘോഷം, സിനിമയുടെ പൂരം കാണാൻ ഹൃദയങ്ങളിൽ ആവേശം. ഇതാ ഇന്ത്യയിൽ ആദ്യമായി മിന്നിത്തിളങ്ങും സുതാര്യ സ്ക്രീൻ, വെളിച്ചത്തിൻ അദ്ഭുത ലോകം തീർക്കും ഡിജിറ്റൽ മന്ത്രി. വരുവിൻ മിത്രങ്ങളെ, ഒന്നായി ആഘോഷിക്കാം, സിനിമയുടെ സുന്ദര സ്വപ്നങ്ങളിൽ ലയിച്ചു ചേരാം.